അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളൊക്കെ ഷോപ്പിംഗ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പം നമ്മുടെ ബ്ലോഗിലും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ വരും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ റൂം മേക്ക് ഓവറാണ്. ഞാൻ ഓൾറെഡി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം സ്റ്റഡി കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പഴയ ബുക്കൊക്കെ ഞാൻ എവിടെ വെച്ചതെന്ന് കാണിച്ചു തരാം. പഴയ ബുക്കൊക്കെ അവിടെയും എൻ്റെ മുറിയിലുമായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എനിക്ക് ആണെങ്കിൽ ബോറടിച്ചിരുന്നപ്പം കുറച്ച് പെയിൻറ്റും കാര്യങ്ങളും കളർ പേപ്പറും അതൊക്കെ എനിക്ക് വാങ്ങി തന്നു. അപ്പം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി. ഇതെന്തുവാന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മുറി ഞാൻ കാണിച്ചു തരാം, ഡോറ് തൊട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുറി. റൂമിലെ ഡോറ് ഞാൻ നല്ലോണം ഇങ്ങനെ വരച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് ബാഗാണ്. ഇതെൻ്റെ ഉമ്മയുടെയാണ്. പക്ഷേ എല്ലായിടത്തും പോകുമ്പോൾ ഞാനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഉമ്മ ഒരു പിങ്ക് പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പെൺകുട്ടിയെ ഞാൻ വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ജോക്കറിന് വരച്ചാണ്, പക്ഷേ കൊള്ളമായിപ്പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും പിന്നെ ഇവിടെ കുറേ ലൗസും ഒക്കെ ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതെൻ്റെ അനിയത്തി വരച്ചതാണ് ചാർട്ടിൽ. പിന്നെ ഇത് ഞാൻ വരച്ച ഒരു പടമാണ്. പിന്നെ ഇതെനിക്ക് ചുമ്മാ ബോറടിച്ചിരുന്നപ്പം വരച്ച ഒരു പടമാണിത്. പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ റൂട്ടീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഞാൻ കാട്ടിത്തരാം. അപ്പം ഇവിടെയൊക്കെ ഞാൻ ഒതുക്കി. ഇവിടെ കുറേ ചാക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെയായപ്പോഴാണ് ഇത് ക്ലീനായി. ഇവിടെ കുറേ ചാക്കും അതൊക്കെ ഇരിക്കായിരുന്നു. അപ്പം അതൊക്കെ ഉമ്മി അവിടെ എടുത്ത് വെച്ചു. അപ്പം ഇവിടെ ഞാൻ ഇതിനകത്ത് ഖുർആൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഒരു ജീപ്പാണ്. ഞാൻ കടയിൽ പോയിട്ട് അവർക്ക് വാങ്ങി കൊടുത്തതാണ്. പിന്നെ ഒരു സ്മോൾ മിറർ ഉണ്ട് കേട്ടോ. മിറർ മുകളിലോട്ട് അടിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു കൊട്ടയിലാണ് ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ഖുർആൻ വെച്ചേക്കുന്നത്. ഞാൻ ഇതിലും എൻ്റെ മേക്കപ്പ് സാധനങ്ങളും സ്കൂളിലേക്കുള്ളതും ഒക്കെ ആയിരുന്നു വെച്ചോണ്ടിരുന്നത്. അപ്പം ബാക്കി എൻ്റെ സാധനങ്ങളൊക്കെ ഉമ്മയുടെ കയ്യിലാണ്, ക്രയോണും അതൊക്കെ. പക്ഷേ എൻ്റെ അനിയത്തിയുടെ മാത്രം. പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്കൂൾ അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പോയി. പിന്നെ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ പെയിൻ്റാണ്, എനിക്ക് വാങ്ങി തന്ന പെയിൻറ്റും. പിന്നെ അതേ കുറച്ച് ചാർട്ട് പേപ്പർ, കളർ പേപ്പർ, പിന്നെ എൻ്റെ പെയിൻറ്റ്സ്, പിന്നെ എൻ്റെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഈ ബാഗ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിബില്ല. പക്ഷേ ഇത് ഒരിറക്കി മാത്രം സിബുണ്ട്. ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ എന്തായാലും റഫ് ബുക്കോ തീർന്ന ബുക്കോ ഉണ്ടാക്കി ഇതിൽ വെക്കും. എന്നിട്ട് വെക്കേഷൻ ആകുമ്പോൾ സ്കൂളൊക്കെ അടച്ച് പൂട്ടി കഴിയുമ്പോഴേ ഞാൻ അതിൽ നിന്ന് എടുക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്തെങ്കിലും അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ ഇതിലെടുത്ത് വെക്കാറുണ്ട്. ഇതിലും ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു. ടെക്സ്റ്റിലെ പാർട്ട് 1 തീരുമ്പോൾ പാർട്ട് 2 എടുക്കുമ്പോൾ പാർട്ട് 1 അതേപോലെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം വലിയ ഇതില്ലാതെ ഞാനിപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ സ്റ്റഡി റൂട്ടീൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. അത് എന്തൊക്കെ കാണിച്ചിരുന്നത് അൺബോക്സിങ് അതൊക്കെ നമ്മൾ ചെയ്യില്ല. ഇപ്പം നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും. കാരണം ഉമ്മിയും അപ്പയും കൂടെ ആയിരിക്കും പോകുന്നത്. ഞാനും ഉമ്മി ഹൈറായും കൂടെ ആണ് ഇപ്രാവശ്യം പോകാനിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കാണാം. പക്ഷേ അൺബോക്സിങ് വീഡിയോ എന്തായാലും ഉണ്ട്. എന്തൊക്കെ വാങ്ങിച്ചത് നമ്മൾ എന്തായാലും കാണിക്കും. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുന്ന കായംകുളത്തു നിന്നാണ്. ഇവിടെ ഇവിടെയൊക്കെ ഉള്ള കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ കായംകുളത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്രയോൺസും എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാട്ടിയിട്ടുണ്ട്.
എനിക്ക് എൻ്റെ റൂമിൽ കർട്ടനാണ് ഇത് ഇങ്ങനെ പൊങ്ങി വരികയാണ്, വെള്ളി നല്ല കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ആണെങ്കിൽ എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, അത്ര ഇതായിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആയിരുന്നു എൻ്റെ കൊട്ടേരി, ഇവിടെ കുറേ ചാക്ക്, ഇവിടെയും ചാക്ക്, പിന്നെ തലങ്ങളി ഇവിടെ, പിന്നെ ബെഡ്ഷീറ്റ് ഇവിടെ കുറേ ഇപ്പോൾ ഉണ്ട് ബെഡ്ഷീറ്റുകൾ, അതെല്ലാം ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗത്തായിട്ട് നിരന്ന് കിടക്കായിരുന്നു. അപ്പം എനിക്ക് തെക്കോട്ടും നടക്കാൻ വടക്കോട്ടും നടക്കാൻ ഇവിടെ ഫാനില്ല. അതേപോലെ അല്ലെങ്കിൽ ഞാനിവിടെ പാവിടിച്ചെങ്കിലും കിടന്നതിന് ബെഡ് ഉണ്ട്, അത് ഞങ്ങൾ പടിഞ്ഞാറ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബെഡാണ്. പിന്നെ ഇവിടെ ഫാൻ ഇടാം, അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം നല്ല കാറ്റുണ്ട് പുറത്ത്, അപ്പം ഇങ്ങനെ കർട്ടൻ മാറ്റി വെച്ചത് അതുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ ഒന്നാമത് ചൂടാണ്. പിന്നെ അവിടെയും നമ്മൾ കുറേ പഴയ ബുക്കും കാര്യങ്ങളും ഇടാത്ത ഡ്രസ്സും എനിക്ക് ചെറുതായതും യൂണിഫോം എല്ലാം തേച്ച് മടക്കി ഉമ്മി അലമാരി വെച്ചിട്ടുണ്ട്. ഈ സ്കൂൾ തുറക്കും വരെ എടുക്കത്തുള്ളൂ. എനിക്ക് 3 യൂണിഫോം വാങ്ങി, അതിനകത്ത് 2 യൂണിഫോം നമ്മൾ യൂസ് ചെയ്തു, ഒരെണ്ണം ഇനി സ്കൂൾ തുറക്കുമ്പോഴും എടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കൊട്ട ഇവിടെ വെച്ചു, തലങ്ങണികൾ ഇവിടെ വെച്ച്. ഇതൊരു കൂളറായിരുന്നു. കൂളർ ഉള്ളപ്പോൾ ഞാൻ 2 ദിവസം ഇവിടെ കിടന്നായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് പേടിയായി, പിന്നെ ഞാൻ ഇവിടെ കിടക്കാറില്ല. അത് മാത്രമല്ല കൂളർ കേടായും പോയി, അതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ കൊടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഇതൊക്കെയാണ് എൻ്റെ റൂം മേക്ക് ഓവർ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ബൈ ബൈ.